ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹീറോൻ്റെ മാസ്ട്രോ ആണ്, പഴയ മോഡൽ മാസ്ട്രോ ആണ്. അതിന് നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളതിൻ്റെ ഒന്ന് ബ്രേക്ക് കുറവ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്ന പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡർ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ ലൈൻഡർ മാക്സിമം തീർന്നാൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം, ബ്രേക്ക് യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എയർ ഫിൽറ്ററൊന്നും വലിയ പഴക്കമായിട്ടില്ല, ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എയർ ഫിൽറ്റർ പ്ലഗ് ആയാലും ക്ലീൻ ചെയ്തിടാം. കാർബറേറ്റർ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ട്യൂൺ ചെയ്താൽ മതി. കാർബറേറ്റർ നിലവിൽ അഴിക്കണമൊന്നുമില്ല, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പൊല്യൂഷൻ്റെ അളവ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ എയർ ഫിൽറ്ററും ഇതും പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ഇതുള്ളൂ, അഴുക്കമുള്ളൂ ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡർ മാറുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓയിലിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ അളവിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, കുറവ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഓയിൽ കുറഞ്ഞു പോകണമെങ്കിൽ രണ്ട് രീതിയിലോ കുറയുള്ളൂ. ഒന്ന് എഞ്ചിൻ ഓയിൽ ലീക്കായിട്ട് പോകണം, അതല്ലെങ്കിൽ മൈന്യൂട്ടായിട്ട് ഓയിൽ കയറി കത്തിയിട്ട് പുകയായിട്ട് പുറത്ത് പോകണം, പതുക്കെ കത്തി പോകണം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഓയിൽ ലീക്കിൻ്റെ കേസൊന്നും കാണുന്നില്ല. അപ്പോൾ ചെറിയ രീതിയിൽ പുകയുടെ പ്രശ്നം ഉണ്ടാവണം വണ്ടിക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു 1000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓയിൽ മാറണമുണ്ട്, ഓയിൽ മാറ്റിയിട്ട് ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ എഞ്ചിനിലെ ഓയിലിൻ്റെ ലെവല് അളവ് ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. നമ്മളത് മോണിറ്റർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിപ്പോയി കഴിഞ്ഞാൽ എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോകുന്നത്? ഇപ്പോൾ ഓയിൽ കുറയണമെന്നുണ്ടെങ്കിൽ ഒരു 1000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എത്ര കുറഞ്ഞു പോകണമെങ്കിൽ ഓയിൽ ലെവൽ കുറയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളത് എന്തുകൊണ്ടാണ് കുറയണതെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് വിടണം. സാധാരണ രീതിയിൽ അങ്ങനെ വരുമ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ തേയ്മാനം വരുമ്പോഴൊക്കെയാണ് ആ പ്രോബ്ലം വരാറ്. അല്ലെങ്കിൽ ഓയിൽ ലീക്ക് ആയിട്ടാണ്. ഓയിൽ ലീക്കിൻ്റെ പ്രസൻസ് ഒന്നും ഓൾറെഡി അതിനുള്ള ലീക്കൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് മറക്കരുത്, സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാറുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, എയർ ഫിൽറ്റർ കാർബറേറ്റർ ട്യൂൺ ചെയ്യണു, എയർ ഫിൽറ്റർ പ്ലഗും ക്ലീൻ ചെയ്ത കയറണം കേട്ടോ. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പൊല്യൂഷൻ എടുത്ത് നോക്കാം. എന്തെങ്കിലും വാല്യൂസ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാർബറേറ്ററൊക്കെ അഴിച്ച് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടോ. മാക്സിമം നമുക്കത് ചിലവ് ചുരുങ്ങിയ രീതിയിൽ കിട്ടുമോ എന്നുള്ള ദിവസം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങാനും പൊല്യൂഷൻ പാസ്സായില്ലെങ്കിൽ അതിൻ്റെ ഞാൻ അഡീഷണൽ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് പറയാം. അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിൽ തരാം കേട്ടോ.